കോഴിക്കോട് വടകര ഗവൺമെന്റ് ജില്ലാ ആശുപത്രിയിൽ കാലാവധി കഴിഞ്ഞ മരുന്ന് രോഗികൾക്ക് നൽകിയെന്ന് പരാതി. രോഗികളുടെ ബന്ധുക്കൾ ആശുപത്രി സൂപ്രണ്ടിനും പോലീസിനും പരാതി നൽകിയിട്ടുണ്ട്. ഡ്യൂട്ടി ഡോക്ടർക്കും നഴ്സിനും വീഴ്ച സംഭവിച്ചുവെന്നാണ് പ്രാഥമിക കണ്ടെത്തൽ. തലചുറ്റലിനെ തുടർന്ന് ചികിത്സ തേടിയ വടകര സ്വദേശി കളത്തിൽ സാജിദിന്റെ മകൾക്ക് നൽകിയ IV ഫ്ലൂയിഡ് വിഭാഗത്തിൽപ്പെട്ട DNS മരുന്ന് നവംബറിൽ കാലാവധി കഴിഞ്ഞതായിരുന്നു. മരുന്ന് മുഴുവൻ കയറ്റിയ ശേഷമാണ് ഇത് ശ്രദ്ധയിൽപ്പെട്ടത്. തുടർന്ന് ആശുപത്രി അധികൃതരെ അറിയിച്ചു. പിന്നീടുള്ള പരിശോധനയിലാണ് ഇവരുടെ തൊട്ടടുത്ത ബെഡിൽ പനിയെ തുടർന്ന് ചികിത്സയിലായിരുന്ന കുട്ടിക്ക് നൽകിയ മരുന്നും കാലാവധി കഴിഞ്ഞതാണെന്ന് തിരിച്ചറിഞ്ഞത്. കുട്ടികളിൽ നിലവിൽ ശാരീരിക പ്രശ്നങ്ങളൊന്നുമില്ലെങ്കിലും ആശങ്കയിലാണ് ബന്ധുക്കൾ. ഈ 3 മാസമായിട്ട് കണ്ടിന്യൂ ആയിട്ട് ഈ ഡേറ്റ് കഴിഞ്ഞ മരുന്നുകളാണ് ഇവർ ഇവിടുന്ന് ഇപ്പോൾ വരുന്ന പേഷ്യൻറ്റിനൊക്കെ ചെയ്തുകൊണ്ട് നിൽക്കുന്നത്. ഹോസ്പിറ്റലിൻ്റെ പോരായ്മ കൊണ്ട് ഡോക്ടർമാർ ശ്രദ്ധിക്കാത്ത ഇവിടെ എന്താ സാധാരണ സഭയായിട്ട് വർഷം കഴിയുമ്പോൾ മാറ്റിവെക്കുന്ന ഒരു സംവിധാനമുണ്ട്. അതുപോലും ഇല്ലാത്ത ഒരവസ്ഥയിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ ഈ മരുന്നാന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട്. ഇത് ഒരു ആൻറ്റിബയോട്ടിക് ഇല്ലാതെ മറ്റുള്ള മരുന്നുകളെ വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ കുട്ടിക്ക് എന്ത് സംഭവിച്ചാൽ ആരും മറുപടി പറയുന്നുള്ളതാണ് നമ്മൾ ചോദിച്ചത്. വിഷയത്തിൽ ആശുപത്രി സൂപ്രണ്ടിന്റെ നേതൃത്വത്തിൽ പ്രാഥമിക പരിശോധന നടത്തി. ഡ്യൂട്ടി ഡോക്ടർക്കും നഴ്സിനും വീഴ്ച സംഭവിച്ചു എന്നാണ് പ്രാഥമിക കണ്ടെത്തൽ. ഉത്തരവാദികൾക്കെതിരെ നടപടിയുണ്ടാകുമെന്ന് ആശുപത്രി അധികൃതർ വ്യക്തമാക്കി. 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.